ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ അറിയാതെ കടന്നു വരുന്ന ഒരു മനോഭാവമാണ് ഇതെല്ലാം എനിക്ക് അർഹതപ്പെട്ടതാണ് എന്നൊരു ബോധ്യം. ഇതൊരു പക്ഷെ നമ്മുടെ ബോധ മനസ്സിൽ നമ്മൾക്ക് വേണ്ടത്ര അവബോധമില്ലായിരിക്കാം. എങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലുമൊക്കെ ഈ ഒരു ചിന്താഗതി, അതായത് എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അറിയാതെ നമ്മൾ എടുക്കുന്ന ഒരു ചിന്താഗതി നന്ദി ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിച്ചേക്കാം. ജ്ഞാനമില്ലാത്ത മൂഢതയുടെയും വിഡ്ഢിത്തത്തിൻ്റെയും അജ്ഞതയുടെയും അന്ധകാരത്തിൻ്റെയും ഒരു ജീവിതത്തിലൂടെ നമ്മളെ നയിച്ചേക്കാം. നമുക്ക് ലഭിക്കുന്ന കൃപകളെ വേണ്ട രീതിയിൽ സ്വീകരിക്കാനോ പരിഗണിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചേക്കാം. എന്താണ് ഇത് എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പിൽ ഇങ്ങനെ പറയുകയാണ്: എളിമയുള്ള ആത്മാവല്ലെങ്കിൽ അതിന് കുമ്പസാരം വഴി കിട്ടേണ്ട പ്രയോജനം ലഭിക്കുകയില്ല. അഹങ്കാരം അതിനെ അന്ധകാരത്തിൽ തന്നെ സൂക്ഷിക്കുന്നു. അതിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കാനോ സമഗ്ര പഠനം നടത്താനോ അത് തയ്യാറല്ല. അത് ഒരു മുഖംമൂടി ധരിക്കുകയും തൻ്റെ സൗഖ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുന്നു. എളിമയില്ലാത്ത ഒരാത്മാവ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്ന പിതാവ് എന്ന് നമ്മൾ പറയുമ്പോഴും ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാം, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിനും നിദാനമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് ക്ഷമ ലഭിക്കുന്നതാണ്, അതെനിക്കുള്ള അവകാശമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എനിക്ക് കൃപ ലഭിക്കുന്നതാണ്, അതെനിക്കുള്ള അവകാശമാണ്. ശ്വസിക്കാനായിട്ട് എനിക്ക് വായുവുണ്ട്, അതെനിക്കുള്ള അവകാശമാണ്. എനിക്ക് ലഭിക്കുന്ന ശുദ്ധജലം, എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹവും ഐശ്വര്യമൊക്കെ അഭിഷേകമൊക്കെ അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെക്കുറിച്ചോ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കരുണ അത് നമ്മളെ രണ്ട് രീതിയിൽ എളിമയിലേക്കും കൂടി ഉയർത്തേണ്ടതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് സരളമായിട്ട് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഒരു മനുഷ്യൻ എത്രമാത്രം ആഴമേറിയ പാപമാണ് ചെയ്തതെന്നും എത്രമാത്രം ദൈവത്തെ വേദനിപ്പിക്കുന്നുവെന്നും തൻ്റെ ആത്മാവിൻ്റെ നികൃഷ്ടത എത്ര അധികമാണെന്നും എത്ര ആഴമേറിയതാണെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ലഭിക്കുന്ന കൃപ, ലഭിക്കുന്ന പാപമോചനം അത് കർത്താവിൻ്റെ കരുണയും സ്നേഹവുമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ അവൻ തിരിച്ചറിഞ്ഞതാണ്, പിതാവിൻ്റെ മകനെന്ന് വിളിക്കാൻ ഇനി എനിക്ക് യോഗ്യതയില്ല, ഒരു ദാസനെന്ന നിലയിലെങ്കിലും എന്നെ പരിഗണിക്കണം എന്ന് പറയുമ്പോൾ അവൻ ചെയ്തതിൻ്റെ ആഴം അവന് മനസ്സിലാവുകയാണ്. അവിടെയാണ് ദൈവം അവന് കൊടുക്കുന്ന വലിയ കരുണ നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെയാണ് അതിൻ്റെ ആഴം ആഴവും ഔന്നത്യവും മഹത്വമൊക്കെ നമ്മൾ തിരിച്ചറിയുക. ആ ധൂർത്തപുത്രന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുകയാണ്. അവന് പുതിയ ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്നു, മോതിരം അണിയിക്കപ്പെടുന്നു, വസ്ത്രങ്ങൾ നൽകപ്പെടുന്നു, ആലിംഗനം ചെയ്ത് ചുംബനം കൊണ്ട് പിതാവ് അവനെ സ്വീകരിക്കുന്നു, അവന് വേണ്ടി വിരുന്നൊരുക്കപ്പെടുന്നു. ഇങ്ങനെ എല്ലാം തിരികെ ലഭിക്കുകയാണ്. ആ തിരികെ ലഭിച്ചതിൻ്റെ ആഴം അറിയണമെങ്കിൽ അതിനു മുമ്പ് അവൻ നശിപ്പിച്ചത് തിരിച്ചറിയണം. അത് മറ്റാരും അറിഞ്ഞില്ലെങ്കിൽ അവൻ തന്നെ തിരിച്ചറിയുമ്പോഴാണ് അത് ജ്ഞാനവും വിശുദ്ധിയും വിശ്വസ്തയും ദൈവത്തോടുള്ള വിധേയത്വവും സമർപ്പണവും ഒക്കെ ആയിട്ട് മാറുക. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം: ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.